കഴിഞ്ഞ ക്ലാസ്സിൽ സെൽഫ് അനലൈസിസ് ഓഫ് ആൻ എന്റർപ്രൈസിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് MSME ആക്ട് 2006 പറ്റി ഡിസ്കസ് ചെയ്യാം. എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ. എന്താണ് MSME? MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് എന്ന് പറയും. എന്താണ് MSME എന്ന് പറഞ്ഞാൽ? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്. ഇത് 3 തരത്തിലുള്ള 3 ടൈപ്പിലുള്ള എന്റർപ്രൈസ് ആണ് നമുക്ക് നിലവിൽ ഉള്ളത്. ഈ എന്റർപ്രൈസുകളെ നമുക്ക് മാനുഫാക്ചറിങ് എന്റർപ്രൈസുകളെന്നും സർവീസ് എന്റർപ്രൈസുകളെന്നും തരംതിരിക്കാം. എങ്ങനെയാണ്? മാനുഫാക്ചറിങ് എന്റർപ്രൈസുകളെന്നും സർവീസ് എന്റർപ്രൈസുകളെന്നും. അപ്പം മാനുഫാക്ചറിങ് എന്റർപ്രൈസിന്റെ കാറ്റഗറിയിലും മൈക്രോ സ്മോൾ മീഡിയം ഉണ്ട്. സർവീസ് എന്റർപ്രൈസിന്റെ കാറ്റഗറിയിലും മൈക്രോ സ്മോൾ മീഡിയം ഉണ്ട്. ഇത് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഒരു ആക്ട് ഉണ്ട്, MSMED 2006. എന്താണ് MSMED? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ് 2006 എന്ന് പറയും. എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ് 2006 എന്ന് പറയുന്ന ആക്ട് പ്രകാരമാണ് മാനുഫാക്ചറിങ് എന്റർപ്രൈസിനെയും സർവീസ് എന്റർപ്രൈസിനെയും മൈക്രോ സ്മോൾ മീഡിയം എന്ന എന്റർപ്രൈസുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഏതിന്റെ ബേസിലാണ്? നമുക്കറിയാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പൊ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, മുതൽ മുടക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ MSME എന്ന മാനുഫാക്ചറിങ് എന്റർപ്രൈസുകളെയും സർവീസ് എന്റർപ്രൈസുകളെയും തരംതിരിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ഈ മൈക്രോ മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ഏതാണെന്ന് നോക്കാം. മൈക്രോ മാനുഫാക്ചറിങ് എന്റർപ്രൈസ്. മാനുഫാക്ചറിങ് എന്റർപ്രൈസിനെയാണ് നമ്മളിപ്പോൾ തരംതിരിച്ചിരിക്കുന്നത്. മാനുഫാക്ചറിങ് എന്റർപ്രൈസ് മീൻസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്റർപ്രൈസ്, അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്റർപ്രൈസുകൾ, അതാണ് മാനുഫാക്ചറിങ് എന്റർപ്രൈസുകൾ. ഈ മാനുഫാക്ചറിങ് എന്റർപ്രൈസിനെ മൈക്രോ എന്നും സ്മോൾ എന്നും മീഡിയം എന്നും തരംതിരിക്കുന്നുണ്ട് അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അപ് ടു ₹2,005 lakhs ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഉള്ള ഒരു മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ആണ് ഏതെന്ന് പറയുന്നത്? മൈക്രോ എന്ന് പറയുന്നത്. അപ് ടു 25 lakh. അപ് ടു 25 lakh. അപ് ടു 25 lakh മീൻസ് 25 lakh വരെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ചെറിയൊരു ബിസിനസ് ആണ്, ഏറ്റവും ചെറിയൊരു ബിസിനസ് ആണ് മൈക്രോ മാനുഫാക്ചറിങ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എബവ് ₹25 lakhs ആൻഡ് അപ് ടു 5 crores. അപ്പോൾ എവിടെയാണ്? എബവ് 25 lakh ആൻഡ് അപ് ടു ₹5 crores. അപ്പൊ അല്പം കൂടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൂട്ടി, മാനുഫാക്ചറിങ് തന്നെയാണ്. 25 ലക്ഷം രൂപയിൽ കൂടുതലും 5 crores 5 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ആണ് സ്മോൾ എന്റർപ്രൈസ്, സ്മോൾ മാനുഫാക്ചറിങ് എന്റർപ്രൈസ്. എബോവ് ₹5 crores ആൻഡ് അപ് ടു ₹10 crores. എന്നാൽ ഈ 5 crores-നും 10 crores-നും ഇടയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു മാനുഫാക്ചറിങ് എന്റർപ്രൈസിന് നമുക്ക് മീഡിയം എന്റർപ്രൈസ് എന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ആക്ട് 2006 പ്രകാരം നമ്മുടെ 2 എന്റർപ്രൈസുകളായ, മീൻസ് 2 കാറ്റഗറിയിൽപ്പെട്ട, ഏതാണ്? മാനുഫാക്ചറിങ് എന്റർപ്രൈസ്, സർവീസ് എന്റർപ്രൈസ്. ഇതിനെ അതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മൈക്രോ സ്മോൾ മീഡിയം എന്ന കണക്കിന് എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഒരു മൈക്രോ മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ആണെങ്കിൽ അപ് ടു 25 lakh,
ഒരു സ്മോൾ മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് ആണെങ്കിൽ എബവ് 25 lakhs ആണ് ആൻഡ് അപ് ടു 5 crores ആണ്. 5 കോടി രൂപ വരെയുള്ള ഒരു മാനുഫാക്ചറിംഗ് എന്റർപ്രൈസിനെ സ്മോൾ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ മീഡിയം മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ എബവ് 5 crores ആൻഡ് അപ് ടു 10 crores ആയിരിക്കും. അവിടെ ഒരു 10 കോടി രൂപ വരെ ചെലവ് വരും. നമുക്കറിയാം മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു തുക ചെലവാക്കിയുള്ള എന്റർപ്രൈസ് ആയിരിക്കും. ഓക്കെ, ഇനിയും ഇത് മാനുഫാക്ചറിംഗിന്റെ കേസിലാണ്. ഇനി സർവീസിന്റെ കേസിലാവുമ്പോൾ അത് എങ്ങനെ വരും? സർവീസ് എന്റർപ്രൈസ് ആവുമ്പോൾ അതിനെ എങ്ങനെയാണ് മൈക്രോ, സ്മോൾ, മീഡിയം എന്ന് തരംതിരിച്ചിരിക്കുന്നത്? സർവീസ് എന്റർപ്രൈസുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സർവീസ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നോക്കാം. സർവീസ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്യുപ്മെന്റിന്മേലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ് ടു ₹10 lakh ആണ് സാധാരണ ഒരു സർവീസ് മൈക്രോ മൈക്രോ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഏതാണ്? 10 ലക്ഷം രൂപ വരെ മതി നമുക്കൊരു മൈക്രോ സർവീസ് എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ. എബവ് ₹10 lakh ആൻഡ് അപ് ടു ₹2 crores. എത്രയാണ്? എബവ് ₹10 lakh ആൻഡ് 2 crores. 2 കോടി രൂപ വരെ, 10 ലക്ഷത്തിന് മുകളിൽ 2 കോടി രൂപ വരെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു സർവീസ് മേഖലയാണ് എന്ന് പറഞ്ഞ സ്മോൾ സർവീസ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. എങ്കിൽ തേർഡ് വൺ എബവ് ₹2 crores ആൻഡ് അപ് ടു ₹5 crores. ഈ എബവ് 2 crores-നും അല്ലെങ്കിൽ 2 crores-നും 5 crores-നും ഇടയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സർവീസ് മേഖലയാണ് മീഡിയം എന്റർപ്രൈസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനിയും ഇങ്ങനെ നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൂടുതലും വ്യക്തികളെ സംബന്ധിച്ച് അവർ സ്മോൾ എന്റർപ്രൈസുകളാണ് കൂടുതലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണ്? What is the reasons to start small scale industry in large numbers? കൂടുതലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ് നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരും അവർക്കൊരു ഇൻസ്പിറേഷൻ അതാണ്. കാരണം അവർക്ക് എന്തുകൊണ്ട് ഒരു ചെറിയ തോതിലുള്ള മേഖലകൾ സ്മോൾ ഇൻഡസ്ട്രി തന്നെ അവർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു? അതിന് കാരണം എന്ത്? അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസുകളാണ് നമ്മുടെ എന്റർപ്രൈസുകളിൽ തരംതിരിവ് നടത്തിയിട്ടുള്ളത്. MSMED 2006 പ്രകാരമാണ് ആ ഒരു ഡിവിഷൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് സ്മോൾ എന്റർപ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്താണ്? അതിന് നിരവധി റീസൺസ് നമുക്ക് പറയാൻ സാധിക്കും. നോക്കാം. ഫസ്റ്റ് വൺ, ലോ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു സ്മോളിൽ എന്തോ വേണ്ടി വരുന്നില്ല, കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഈസിലി ഒബ്റ്റൈനബിൾ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ആൻഡ് സബ്സിഡീസ്. നമുക്കറിയാം ചെറിയ തോതിലുള്ള ഇപ്പൊ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് ലോൺ എടുക്കാൻ കിട്ടും, ഇല്ലേ? ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? സബ്സിഡികളൊക്കെ ഉണ്ട്. ഈ ലോൺ എടുക്കാനും വലിയ ചടങ്ങുകളൊന്നുമില്ല. എന്താന്ന് ചോദിച്ചാൽ ചിലപ്പം വ്യക്തിഗതമായിട്ട് 1-2 വ്യക്തികൾ നിന്നുകൊണ്ട് നമുക്ക് ഈ ലോൺ എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വലിയ ഈടൊന്നും നൽകേണ്ടി വരുന്നില്ല. പിന്നെ സബ്സിഡി കിട്ടും. ഇതൊരു രണ്ടാമത്തെ നേട്ടമാണ്. റിക്വയർഡ് മെഷീൻസ് റെഡിലി അവൈലബിൾ. എന്താണ് നമുക്ക് റെഡിലി അവൈലബിൾ? എന്താണ് നമുക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിനാവശ്യമുള്ള മെഷീനറീസ് ലഭ്യമാണ്. അതൊരു കാരണമാണ്. ലോക്കലി അവൈലബിൾ റോ മെറ്റീരിയൽസിന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും കൊടുത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിരിക്കും. മിനിമം ടെക്നിക്കൽ സ്കിൽസ് റിക്വയർഡ്. ഈ വലിയ തോതിലുള്ള മെഷീനറീസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ തോതിലുള്ള അറിവ് സമ്പാദിച്ചാൽ തന്നെ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പെസിഫിക് മാനേജ്മെന്റ് സ്കിൽസ്. എന്താണ് അതിനകത്ത്? വലിയ തോതിലുള്ള മാനേജ്മെന്റ് സ്കിൽസ് ഒന്നും വേണ്ടി വരുന്നില്ല. അതേപോലെ തന്നെ സപ്പോർട്ട് ഓഫ് മെഷീനറീസ് ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്. എന്താണ് നമുക്ക് മെഷീനറീസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും
ഒക്കെയുള്ള സംവിധാനങ്ങള് വളരെ എളുപ്പമായിരിക്കും. എക്സ്പോർട്ട് പ്രൊമോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ചെറിയ തോതിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. സപ്പോർട്ടിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബൈ ദ ഗവൺമെന്റ് പ്രൊക്കറിംഗ് ദ പ്രോഡക്ട്സ്. ഇനി അതല്ല, ഗവൺമെന്റ് തലത്തിൽ നിന്നുകൊണ്ട് ചെറുകിട വ്യവസായങ്ങളെ സഹായിക്കാൻ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ഗവൺമെന്റ് തന്നെ നമ്മുടെ ചെറുകിട വ്യവസായങ്ങളുടെ പ്രോഡക്റ്റുകൾ ഏറ്റെടുക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് സെയിൽസ് കിട്ടും. The demand in the market grows due to overall growth of the national economy. അപ്പോൾ ഈ നാഷണൽ ഇക്കണോമിയിലെ വളർച്ച എന്ന് പറയുന്ന ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഒരു പങ്ക് കൂടിയാണ്. പോസിബിലിറ്റി ഓഫ് എക്സ്പോർട്ടിംഗ് ദ പ്രോഡക്റ്റ് ഇൻക്രീസസ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എക്സ്പോർട്ടേഷനിലേക്ക് തിരിയാൻ സാധിക്കും. Due to increase in large scale industries, the demand for subsidiary industries increased and thus growth of small scale industries increases. എന്താണ് പറയുന്നത്? ഇപ്പൊ നമുക്കൊരു വലിയ തോതിലുള്ള ബിസിനസ്, ലാർജ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് അല്ലെ ലാർജ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൂടെയാണ്. കാരണം അതിന്റെ സ്പെയറുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള അതിന്റെ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ലാർജ് ഇൻഡസ്ട്രിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റിൽ കൂടുതൽ പേരും എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി ഓർ ഐഡിയ ജനറേഷൻ. എന്താണ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഐഡിയ ജനറേഷൻ? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു പുതിയ ഐഡിയ കണ്ടെത്തുമ്പോൾ, അതാണല്ലോ ഒരു ബിസിനസ്മാന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു പുതിയ ഐഡിയ കണ്ടെത്തുമ്പോൾ കണ്ടെത്തി വെച്ചിരുന്നാൽ മാത്രം പോരാ, ഇത് എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. ബിസിനസ് ജനറേറ്റ് ആക്കി മാറ്റണം. മീൻസ് അതൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ആ ഒരു ആക്ഷൻ നമുക്ക് അവിടെ ചെയ്യണം. ആ ചെയ്യുന്നതിന് 1-2 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായിട്ട് പ്രോഡക്റ്റ് സെലക്ഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പ്രോഡക്റ്റ് സെലക്ഷൻ? നോക്കാം. Depending on the quantum of investment, first decide on the enterprise to be started, whether micro production unit or service unit. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ പ്രൊഡക്ഷൻ സെലക്ഷൻ നടക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. മൈക്രോ എന്റർപ്രൈസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചു എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്മോൾ ഇൻഡസ്ട്രീസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയം ഇൻഡസ്ട്രീസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിലായിരിക്കും നമ്മൾ ഏത് എന്റർപ്രൈസ് ആയിരിക്കണം, മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ആയിരിക്കണോ അതോ ഒരു സർവീസ് യൂണിറ്റ് ആയിരിക്കണമോ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ്, ഡിസൈഡ് വാട്ട് പ്രൊഡ്യൂസ് ടു ബി മാനുഫാക്ചർഡ് ഓർ വാട്ട് സർവീസ് ഓർ ബിസിനസ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ്. മീൻസ് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിൽ മാനുഫാക്ചറിംഗ് ആണോ സർവീസ് ആണോ തിരഞ്ഞെടുത്തു. ഇനി മാനുഫാക്ചറിംഗ് ആണെങ്കിൽ ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, സർവീസ് ആണെങ്കിൽ ഏത് തരം സർവീസ് ഏറ്റെടുക്കണം, ഏത് തരം ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അടുത്തതായിട്ട് നിശ്ചയിക്കണം. ഇൻ ദിസ് അനലൈസിസ് the quantity of the product, market requirement and future demand, market share of competition's products, life of the product should be considered. അപ്പം അങ്ങനെ നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ഷൻ നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തു. അതിനുശേഷം അത് മാനുഫാക്ചറിംഗ് ആണോ സർവീസ് ആണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് പ്രോഡക്റ്റ്, മീൻസ് മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്ന് വെച്ചു എങ്കിൽ ഏത് തരം പ്രോഡക്റ്റ് എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും? അനലൈസ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. എത്രമാത്രം പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ലോക്കൽ ഏരിയയിൽ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ കസ്റ്റമേഴ്സിന് എത്രമാത്രം പ്രോഡക്റ്റ്, നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അങ്ങ് സെലക്ട് ചെയ്തെന്ന് വെച്ചു. സെലക്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ, ക്രിയേറ്റിവിറ്റി നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അനലൈസ് ചെയ്യാണ്. ഈ പ്രോഡക്റ്റ് നിർമ്മിച്ചാൽ ഇത് എത്ര മാത്രം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ ആവശ്യമുണ്ട്, ഡിമാൻഡായിട്ട് വരും, നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ട് വരും എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. മാർക്കറ്റ് റിക്വയർമെന്റ്, ഇതിന് ഏത് തരത്തിലുള്ള മാർക്കറ്റ് പിടിച്ചാൽ പറ്റും, എങ്ങനെ മാർക്കറ്റ് നമുക്ക് കിട്ടും,
അതുപോലെ തന്നെ ലൈഫ് ഓൺ ദ പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിന്റെ ലൈഫ് എത്രമാത്രമാണ്. കാരണം നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ അതിനൊരു വാറന്റി ലൈഫ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഇത്ര ദിവസമെന്നോ ഇത്ര മാസമെന്നോ ഇത്ര വർഷമെന്നോ ഒക്കെ ഉണ്ടല്ലോ. എക്സ്പയറി ഡേറ്റ് ആണല്ലോ നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റി അതിന്റെ ലൈഫിനെ പറ്റി അറിയാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ അത് എത്രമാത്രമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അഥവാ വിറ്റഴിഞ്ഞില്ലെങ്കിൽ ഇത് എത്ര ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, അത് നമ്മുടെ ഒരു പ്രോബ്ലമാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് റിക്വയർമെന്റ് ആൻഡ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഇന്ന് നമ്മളൊരു ഡിമാൻഡ് ഉണ്ട്, നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, പക്ഷെ ഫ്യൂച്ചറിൽ ഇതിന് ഡിമാൻഡ് വരുമോ എന്നും നമ്മൾ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്യണം. മാർക്കറ്റ് ഷെയർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ്. ഇനി നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് വേറെ ഉണ്ട് അല്ലെ, എന്ന് പറഞ്ഞാൽ ഇതിനെ കിടപിടിക്കുന്ന മറ്റു കമ്പനികളുണ്ട്. അതേ പ്രോഡക്റ്റ് തന്നെ കിടപിടിച്ച് മത്സരിക്കുന്ന ഒരുപാട് കമ്പനികൾ കാണും. ഇതിനോടൊക്കെ എങ്ങനെ കിടപിടിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? അതോടൊപ്പം തന്നെ should be considered ensure uninterrupted supply of raw materials. Uninterrupted supply of raw materials. നമ്മളിത് ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം ഈ ഒരു ഡിമാൻഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിച്ചു, ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലായി, ലൈഫ് ഇത്ര വെക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, റോ മെറ്റീരിയൽസ് ഇടയ്ക്ക് ലഭ്യത നിന്നു പോകരുത്. മീൻസ് അൺഇന്ററപ്റ്റഡ് ആയിരിക്കണം. മീൻസ് നമുക്ക് സുലഭമായിട്ട് റോ മെറ്റീരിയൽസ് ഒരു ലൊക്കേഷനിൽ, നമുക്ക് റോ മെറ്റീരിയൽസിന്റെ ലഭ്യത ഒരു ലൊക്കേഷനിൽ നിന്ന് തീരുമ്പോൾ മറ്റൊരു ലൊക്കേഷൻ കണ്ടെത്താനുള്ള സാധ്യത നമ്മളെ പഠിക്കണം. അതോടൊപ്പം തന്നെ ടെക്നോളജി ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആർ അതർ ഇമ്പോർട്ടന്റ്. നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് നമുക്ക് ഡിമാൻഡ് അനുസരിച്ച് പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കും, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ ലേബേഴ്സിനെ കൂടുതൽ നമ്മളെ വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്പീഡപ്പ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഡിമാൻഡ് അനുസരിച്ച് വിപണിയിൽ ഇറക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണലി ഗവൺമെന്റ് റെഗുലേഷൻ ആൻഡ് പോളിസീസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ദി ഓണ്ടർപ്രണർ ടു ടേക്ക് ഡിസിഷൻ. ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ, ഈ ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ, ഇതേ രീതിയിൽ പ്രോഡക്റ്റ് നിർമ്മിച്ച് മാർക്കറ്റ് പിടിച്ചടക്കുമ്പോൾ, അതിന് ഫ്യൂച്ചർ ലൈഫ് കിട്ടുമ്പോൾ, ഇല്ലെങ്കിൽ ലൈഫുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെ ലൈഫ് കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് റെഗുലേഷൻസ് ഇതിനെതിരെ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ആ ഐഡിയ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഒരു ബിസിനസ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സെക്കൻഡ് വണ്ണാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയും. എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക എന്താണെന്ന് നോക്കാം. An entrepreneur, after taking a decision to set up a small industrial unit, prepares a document giving a total visualization of the firm before the commencement of operation is called project report or business plan. എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിഷ്വലായിട്ട് ആ ബിസിനസിനെ പറ്റി നമുക്ക് സകല ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അഥവാ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. The project report should describe entire spectrum of activity like bird's eye view. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കണ്ടാൽ മതി ആ ബിസിനസിനെ പറ്റി എന്ത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്, ഒരു പക്ഷി ലോകം ചുറ്റുമ്പോൾ അതിന്റെ വ്യൂവിൽ ആ ഏരിയയിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ എന്നതുപോലെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ബിസിനസിനെ പറ്റി സകല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. In this, every activity will be finalized with the help of an expert in that field. അപ്പം ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്മേൽ ഉള്ള ഒരു എക്സ്പെർട്ടൈസേഷൻ, മീൻസ് അതിന്മേൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു കഴിവ്, ആ കഴിവിലൂടെ നമുക്ക് അതിനെ ഫുൾഫിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ സജഷൻ ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ട്.
അതോടൊപ്പം തന്നെ മാർക്കറ്റ് റിസർച്ച് കൺസൾട്ടന്റ്, ഇൻഡസ്ട്രിയൽ കൺസൾട്ടന്റ്, മാനേജ്മെന്റ് ആൻഡ് കോസ്റ്റിംഗ് എക്സ്പെർട്ട് വിൽ ബി ടേക്കൺ ടു ഫൈനലൈസ് ദ റിപ്പോർട്ട്. അപ്പൊ ഈ പ്രോജക്ട് സബ്മിറ്റ് ചെയ്താൽ മതി എക്സ്പെർട്ടുകൾക്ക്. അപ്പോൾ അവർ പറയും അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട് ശരിയാണോ, പുതിയത് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് ആർജിക്കാവുന്ന ടെക്നിക്കൽ ആസ്പെക്ട് ഏതാണ്, ഇതൊക്കെ നമുക്ക് എക്സ്പെർട്ടുകൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവൈലബിലിറ്റി എവിടെ എങ്ങനെയൊക്കെ കിട്ടും, ഇൻഫർമേഷണൽ ഹെൽപ്പ് എവിടെ നിന്നൊക്കെ കിട്ടും, ഇതൊക്കെ എക്സ്പെർട്ടുകൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് തരും ഈ ഒരു പ്രോജക്ട് സബ്മിറ്റ് ചെയ്ത്. ഇറ്റ് ഈസ് വർക്കിംഗ് ഔട്ട് ദ കോസ്റ്റ് ഇൻവോൾവ് ഫോർ വേരിയസ് ആക്ടിവിറ്റീസ് ബിഫോർ ആക്ച്വലി ഇൻവെസ്റ്റിംഗ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 2-3 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 കോടി രൂപ അല്ലെ 10 കോടി രൂപ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെങ്കിൽ ഇതുപോലെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അതിനൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രോസസ് ആയിട്ട് നടക്കുന്നുണ്ട്. ബിസിനസ് പ്ലാൻ സബ്മിറ്റഡ് ടു ദ ബാങ്ക് ഈസ് കോൾഡ് ദ ലോൺ പ്രൊപ്പോസൽ. ഈ പ്രോജക്റ്റ് ആണ് നമ്മളോട് പറഞ്ഞല്ലോ, ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെ ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യലി ആയിരിക്കും. അപ്പൊ ഈ ഫിനാൻഷ്യൽ അവൈലബിലിറ്റി നമുക്ക് ലഭ്യമാകുന്നത് ഏതിലൂടെ ആയിരിക്കും? സാധാരണ നമുക്ക് നമ്മുടെ കയ്യിലൊന്നും പൈസയൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, ലോണിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ലോൺ പ്രൊപ്പോസൽ നടത്തണമെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ബിസിനസ് പ്ലാൻ ഓർ പ്രോജക്റ്റ് റിപ്പോർട്ട്. ഓക്കെ, ഹൗ ക്യാൻ പ്രിപ്പയർ ദി പ്രോജക്റ്റ് റിപ്പോർട്ട്? ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്താ പറയാ തൊഴിൽ അന്വേഷകരായിട്ട് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെയിറ്റിംഗ് ഫോർ ദി എംപ്ലോയ്മെന്റിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദി എംപ്ലോയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം, റൺ എ ബിസിനസ്. നമുക്ക് ആ സമയം കൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അതിന്റെ പ്ലാൻ തയ്യാറാക്കണം. ആ പ്ലാൻ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം. അതിനു മുമ്പായിട്ട് എയിം ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് ലോൺ പ്രൊപ്പോസൽ ആയിട്ട് വെക്കാവുന്ന ഒരു എയിം പറഞ്ഞു. എന്നാൽ അതിന് മെയിൻ ആയിട്ട് എയിം ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് ടു റീച്ച് ദ ഗോൾ അറ്റ് ദ മിനിമം കോസ്റ്റ് വിതിൻ എ ഷോർട്ട് ടൈം. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മറ്റൊരു എയിം ഉണ്ട്, ഇമ്പോർട്ടന്റ് എയിം ഉണ്ട്, ലക്ഷ്യമുണ്ട്. എന്താണ്? കോസ്റ്റ് കുറച്ചുകൊണ്ട്, മിനിമം കോസ്റ്റിൽ നിന്നുകൊണ്ട് വിത്തിൻ എ ഷോർട്ട് ടൈം, കുറഞ്ഞ കാലത്തിൽ കുറഞ്ഞ രീതിയിൽ കോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാം, ഒരു നേട്ടത്തിലേക്ക് നമുക്ക് കാൽവയ്പ് നടത്താം എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ മെയിൻ എയിം. We can get required finance easily from finance companies and also government approval and registration if the project report is proper. അപ്പോൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതിനു വേണ്ടി തയ്യാറാക്കുമ്പോൾ, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലെത്താൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ ഇതിന് അപ്രൂവൽ കിട്ടും. എപ്പോഴാണ്? അതൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രോപ്പർ ആണെങ്കിൽ എവിടെ നിന്നൊക്കെ അപ്രൂവൽ ആകണം? ഫിനാൻസ് കിട്ടണമെങ്കിൽ ഫിനാൻസ് കമ്പനി അപ്രൂവ് ചെയ്യണം, ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ടാകണം, ആൻഡ് രജിസ്ട്രേഷൻ. ഇവയൊക്കെ നമുക്ക് ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് കിട്ടണമെങ്കിൽ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണ്, ആ ഒരു ഡോക്യുമെന്റിന്റെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത്, ഇത് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഫീസിബിലിറ്റി ഓഫ് ടെക്നിക്കൽ ബിസിനസ്. സെക്കൻഡ് സ്റ്റെപ്പ് അസസിംഗ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, അസസിംഗ് ഇക്കണോമിക് വയബിലിറ്റി, മാനേജ്മെന്റ് കോമ്പീറ്റൻസ്. ഇങ്ങനെ ഒരു 4 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട് നടത്തുന്നത്. ഫസ്റ്റ് വൺ, ഫീസിബിലിറ്റി ഓഫ് ടെക്നിക്കൽ ആസ്പെക്ട്. എന്താണ് ഫീസിബിലിറ്റി ഓഫ് ടെക്നിക്കൽ ആസ്പെക്ട്? To produce the product to required specification, the following aspects are considered. നമുക്കൊരു പ്രോഡക്റ്റ് നിർമ്മിക്കണം, താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഘടകങ്ങളായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീനറി. നമ്മളൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടു, പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി, ലോണൊക്കെ പ്രൊപ്പോസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീനറി.
നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അല്ലെ ബിസിനസ് നടത്തുന്നതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണോ, മെഷീനറീസ് അവൈലബിൾ ആണോ, അവൈലബിൾസ് ഓഫ് സ്കിൽഡ് ടെക്നീഷ്യൻസ്. എന്താണ്, ഇനി നമുക്കൊരു മെഷീനറി നമ്മൾ അങ്ങ് ഉപയോഗിക്കുകയാണെന്ന് വെച്ചോ, ഹ്യൂമൻ റിസോഴ്സസിന് പകരം ടെക്നിക്കൽ ആസ്പെക്ട് തന്നെ എടുത്തെന്ന് വെച്ചു. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, സ്കിൽഡ് ടെക്നീഷ്യന്മാരെ കിട്ടാൻ സാധ്യതയുണ്ടോ, ചെക്കിങ്ങും സർവീസും ഒക്കെ ചെയ്യണമല്ലോ. കേപ്പബിൾ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ്. എന്താണ് ക്വാളിറ്റി കൺട്രോൾ മെഷറുമായിട്ട് നമുക്ക് എന്താ പറയുന്നത്, കിടപിടിച്ചു പോകാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ടോ. ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് നോളജ് റിക്വയർഡ്. സാങ്കേതിക അറിവുകളും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസിനെ പറ്റിയുള്ള അറിവുകളും ഒക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ. അവൈലബിലിറ്റി ഓഫ് റിക്വയർഡ് റോ മെറ്റീരിയൽസ് ടു മീറ്റ് ഫ്യൂച്ചർ റിക്വയർമെന്റ്. ഇനിയും റോ മെറ്റീരിയൽസ് തീർന്നു പോകുന്ന ഒരു കാര്യമാണ്, അതിന്റെ ലഭ്യത ഇനിയും നമുക്ക് ഫ്യൂച്ചറിലേക്ക് കിട്ടുമോ. ഇതൊക്കെ നമ്മൾ ഈ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ തന്നെ ഇതെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. ഡെവലപ്മെന്റ് ടു ബി മെയ്ഡ് ഇൻ ദ പ്രൊഡക്റ്റ് ഇൻ ഫ്യൂച്ചർ. അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റ് ഫ്യൂച്ചറിൽ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് എത്തുമോ. സഫീഷ്യന്റ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആർ അതർ തിങ്സ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് സഫീഷ്യന്റ് വാട്ടർ ലഭ്യമാണോ, അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി സാധ്യതയുണ്ടോ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടോ, റോഡോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് മീൻസ് നമുക്കറിയാം നെറ്റ്വർക്കും കവറേജും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണോ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രോജക്ട് റിപ്പോർട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം. ഓക്കെ, അടുത്തതാണ് നമ്മളിപ്പം പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി ഫിനാൻഷ്യൽ പ്രൊപ്പോസലൊക്കെ നടത്തി നമുക്കൊരു ലിമിറ്റിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രോജക്റ്റ് അനുസരിച്ച് പ്രോപ്പർ ആണെങ്കിൽ അതിന് സാങ്ഷൻ കിട്ടും, അപ്രൂവൽ ആവും, ഫിനാൻസ് അസിസ്റ്റന്റ് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നിന്ന് സാമ്പത്തികം ലഭ്യമാകും. എന്നാൽ ഈ സാമ്പത്തികം എന്ന് പറയുന്ന ഘടകം ബിസിനസിനെ സംബന്ധിച്ച് രണ്ട് തരത്തിലാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഫസ്റ്റ് വൺ ഫിക്സഡ് ക്യാപിറ്റൽ എന്നും സെക്കൻഡ് വൺ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ യൂസ് ചെയ്യുന്നത്. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? ഫിക്സഡ് ക്യാപിറ്റൽ മീൻസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയും. എന്താണ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ്? മീൻസ് കണ്ടിന്യൂസ് ഡിപ്പോസിറ്റ് ചെയ്യുകയോ കണ്ടിന്യൂസ് റെക്കർ ചെയ്യുകയോ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പെൻസിന് വേണ്ടി ചെലവഴിക്കുകയോ ചെയ്യാത്ത തുകയാണ് ഫിക്സഡ് ക്യാപിറ്റൽ. മീൻസ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുവല്ല. ഒരിക്കൽ ലാൻഡ് വാങ്ങിച്ചു, ഒരിക്കൽ ബിൽഡിംഗ് പണിതു, അതിനുശേഷം അതിന് വേണ്ടുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു. ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റും ആയിരിക്കും, ഇത് ഫിക്സഡും ആയിരിക്കും. കാരണം ഇത് കാലങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് എന്ന് വരെ പോകുന്നു ആ കാലത്തിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആ കാലത്തിലേക്ക് ചെലവാക്കിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. Initial investment on land, building, workshop, machineries, warehouse and other expenses required before starting is called fixed capital. എങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. മീൻസ് റിക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയും. മീൻസ് ബാങ്കിൽ ഇടുന്നു, ആവശ്യമുള്ളപ്പോൾ എടുക്കുന്നു, ചെലവാക്കുന്നു, വീണ്ടും ബാങ്കിൽ ഇടുന്നു, ആവശ്യമുള്ളപ്പോൾ എടുക്കുന്നു, ചെലവാക്കുന്നു. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നോക്കാം. Money required for repeated expenses like raw materials purchase, wages, salaries, day-to-day administrative expenses, cash on hand for any expenses, water, electricity, advertisement, transport expenses and repair and maintenance are called working expense. അപ്പം day-to-day affairsനും മന്ത്ലി വരുന്ന ചെലവുകൾക്കും ഡെയിലി വരുന്ന എക്സ്പെൻസിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും പൈസ കയ്യിൽ കരുതിയിരിക്കണം. അപ്പോൾ ആ ഒരു എക്സ്പെൻസിനെയാണ് വർക്കിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മളൊരു വർക്കിംഗ് ഡെപ്പോസിറ്റ് നമ്മളവിടെ ഇടുന്നുണ്ട്. അപ്പൊ രണ്ട് തരത്തിലാണ് ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മണി ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. ഒന്ന് ഫിക്സഡ് ആയിട്ടും രണ്ട് വർക്കിംഗ് ആയിട്ടും. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ഒരു ഘടകം ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനെ സംബന്ധിച്ച് പേ ബാക്ക് പീരീഡ്.
പേ ബാക്ക് പീരീഡ് എന്താണെന്ന് നോക്കാം. അസസ് ഓവർ എ പീരീഡ് ഓഫ് 5 years based on basic prices of raw materials, selling price, cost price, percentage on profit on total investment and percentage of profit against the expected sales output. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ കുറഞ്ഞത് ഒരു 5 വർഷം. നമ്മൾ എത്രമാത്രം തുകയാണോ അതിലേക്ക് കോസ്റ്റ് ചെയ്തത്, ഇത് തിരിച്ചെടുക്കാനും പ്രോഫിറ്റിന്റെ ഒരു വിഹിതം കിട്ടാനും സെയിൽസ് റിട്ടേൺസ് നമുക്ക് ഉദ്ദേശിച്ചതിന്റെ പരിധിയിലെത്താനും ഒക്കെ കുറഞ്ഞത് ഒരു 5 വർഷം വേണ്ടിവരും. ഇതിനെയാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ടോപ്പിക് കൊണ്ട് നിർത്താം. അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.